മുമ്പ് ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണം പാളിയത് തോട് കയ്യേറ്റം നടത്തിയ വമ്പന്മാരിൽ തൊട്ടതോടെയാണ്. ഇതോടെ തലസ്ഥാനത്തെ വെള്ളപ്പൊക്ക വിഷയങ്ങളടക്കം പരിഹരിക്കാതെ കിടന്നു. ഇപ്പോഴിതാ തലസ്ഥാനത്തെ വ്യാപാര രംഗത്തെ വമ്പന്മാരെ വീണ്ടും തൊടാനൊരുങ്ങുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കക്കൂസ് മാലിന്യം പോലും പൊതു ഓടയിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി ഉയർന്നതോടെ വമ്പന്മാരായ പോത്തീസ് സ്വർണ്ണമഹലിനും രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനുമെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. ഓടയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതിയിൽ പോത്തീസ് സ്വർണ്ണമഹൽ ജ്വല്ലറിക്കെതിരെ നടപടിയെടുക്കുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആയുർവേദ കോളേജിന് സമീപമുള്ള പോത്തീസ് സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സാപ്പിൽ ലഭിച്ചതിനെ തുടർന്നാണ് നടപടിയെടുക്കുന്നത്. പരാതി ലഭിച്ചതിന് പിന്നാലെ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്വർണ്ണമഹലിൽ പരിശോധന നടത്തിയിരുന്നു. ഇതോടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു. ഇതോടെയാണ് നടപടിയെടുക്കാൻ മേയർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോത്തീസ് സ്വർണ്ണമഹലിന് പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കുവാൻ മേയർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട് എന്നും മേയർ അറിയിച്ചു. ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം KRFBയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കക്കൂസ് മാലിന്യം അടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതുവിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ആയുർവേദ കോളേജിന് സമീപമുള്ള പോത്തീസ് സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സാപ്പിൽ ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തുകയും നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അട്ടക്കുളങ്ങര രാമചന്ദ്ര ടെക്സ്റ്റൈൽസ്, പോത്തീസ് സ്വർണ്ണമഹൽ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട SHOയ്ക്ക് കത്ത് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട്. പൊതുവിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. മാലിന്യമുക്ത നഗരത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വമ്പന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രന് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നേരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. AI ക്യാമറകൾ സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് നൽകാമെന്ന് റെയിൽവേ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് ആലോചന നടത്തിയാകും പ്രവർത്തനങ്ങൾ നടക്കുക. കൂടാതെ ആമയിഴഞ്ചാൻ തോടിന്റെ കരകളിൽ AI ക്യാമറ സ്ഥാപിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾക്കായി കോടികൾ പാഴാക്കുന്നതാണ് കേരളത്തിന്റെ പതിവ് രീതി. ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം കഥയല്ല. കേരളത്തിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളും മാലിന്യത്താൽ വീർപ്പുമുട്ടുകയാണ്. നമ്മുടെ വലിയ നഗരങ്ങളായ തിരുവനന്തപുരവും കൊച്ചിയും ഒന്നും ജനസംഖ്യയിലോ കെട്ടിടങ്ങളുടെ എണ്ണത്തിലോ രാജ്യത്തെ മറ്റ് വമ്പൻ നഗരങ്ങളുടെ പകുതി പോലും വരില്ല. വിളപ്പിൽശാലയും ബ്രഹ്മപുരവും ഞെളിയൻ പറമ്പുമെല്ലാം പരാജയപ്പെടുമ്പോഴാണ് ജനം മാലിന്യം റോഡിലേക്കും തോട്ടിലേക്കുമൊക്കെ വലിച്ചെറിയുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ.